മാസങ്ങളായി ഒരു കെണി ഒരുക്കി വെച്ച് വീടിന്റെ പിൻഭാഗത്തു കൂടി മാതാവിന്റെ ആൺ സുഹൃത്ത് വരുന്നു എന്നുള്ള വിവരം മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു മാസങ്ങളായി ഇങ്ങനെ കെണി ഒരുക്കി വെച്ചിരുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച രാത്രി ഈ രീതിയിൽ വരുന്നുണ്ട് എന്നുള്ള വിവരം മാതാവിന്റെ ഫോണിലെ മെസ്സേജിൽ നിന്നാണ് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ ഈ പ്രതി കിരൺ ഈ രീതിയിൽ കെണി ഒരുക്കി വെക്കുകയും ചെയ്തു. ഇതിനു മുൻപും പോലീസിന്റെ കണ്ടെത്തലിൽ ഈ രീതിയിൽ കെണി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ നമസ്കാരം. അമ്മയുടെ കാമുകനെ കെണിവെച്ച് വകവരുത്തിയ മകൻ ഒരുപാട് നാൾ കാത്തിരുന്ന് കുറേ കെണികളൊക്കെ വെച്ച് ഈ പന്നിയൊക്കെ പിടിക്കാൻ കെണി ഒരുക്കത്തില്ലേ, അതേപോലെ ആയിരുന്നെന്ന് തോന്നുന്നു ആ മകനും. കെണിയൊരുക്കി വീടിന്റെ പുറകിൽ കെണിയൊരുക്കി കാത്തിരുന്ന മകൻ. കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വിചിത്രവും വ്യത്യസ്തവുമായിട്ടുള്ള സംഭവങ്ങൾ സിനിമയിൽ പോലും കാണത്തില്ല. ഇത്രയും ട്വിസ്റ്റും ടേൺസും ഒക്കെ അത്തരം കാര്യങ്ങളാണ് റിയാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് പേടി തോന്നും, അത്ഭുതം തോന്നും. അത്ഭുതപ്പെട്ടിട്ടോ പേടിച്ചിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. ഇനി ഇങ്ങനെയുള്ള വാർത്തകളായിരിക്കും നമ്മൾ നിരന്തരം കേൾക്കാൻ പോകുന്നത്. ഇപ്പം ഏതായാലും അമ്മ കാരണം മകൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു. ഒരു കാര്യം പറയാം, ഒരു മക്കൾക്കും ഇത് സഹിക്കാൻ പറ്റത്തില്ല. മാതാപിതാക്കൾക്ക് അവിഹിത ബന്ധമുണ്ട് എന്നുള്ളത് ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റത്തില്ല. ആ മകനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. കിരൺ എന്നാണ് അവൻ്റെ പേര്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ വാർത്തയുടെ ആ വീഡിയോസിന്റെ അടിയിലൊക്കെ വന്നിട്ടുള്ള കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കമന്റ്സ് മുഴുവൻ ആ മകനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. ആ മകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മ കാരണമാണ്. അമ്മയാണ് കൂടുതലും കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അമ്മ കാരണമാണ് ആ മകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്. ആ മകൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അമ്മ കാരണമാണ്. മകന്റെ ജീവിതം നശിച്ചില്ലേ? മാതാപിതാക്കൾക്ക് സഹിക്കുമോ? മക്കൾക്ക് അവിഹിത ബന്ധം ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് സഹിക്കുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് അമ്മയ്ക്കും അച്ഛനും അവിഹിതം ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു മക്കൾക്കും അത് സഹിക്കാൻ പറ്റത്തില്ല. അവനൊരു ആൺചെറുക്കനല്ലേ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. നിയമം കയ്യിലെടുക്കാൻ ആർക്കും ഒരു അർഹതയുമില്ല. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു മനുഷ്യന്റെയും ജീവൻ ഇല്ലാതെയാക്കാൻ മറ്റൊരു മനുഷ്യന് അധികാരമില്ല, അവകാശമില്ല. പലരും ന്യായീകരിക്കുന്നുണ്ടായിരിക്കാം, കാരണം ഉണ്ടായിരിക്കാം. അവന് ഇമോഷണലി ആ രീതിയിലേക്ക് മാറിക്കാണും. അമ്മയ്ക്ക് ഇങ്ങനൊരു ബന്ധമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇമോഷണലി അവൻ അങ്ങനെ ടയേർഡായി കാണും. ഇമോഷണലി അവൻ ഭയങ്കര ഇല്ലാതായിട്ടുണ്ടാകാം, ഉറപ്പാണ്. അവൻ്റെ മാനസികാവസ്ഥ മൊത്തം തകർന്നിട്ടുണ്ടാകാം. ഏത് വിധേനയും ഈ നാണക്കേടിൽ നിന്ന് കുടുംബത്തെ കരകയറ്റണമെന്ന് മാത്രമേ അവൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കാം അവൻ അങ്ങനെ ചെയ്തത്. പക്ഷെ എന്നിരുന്നാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം ഏതായാലും ഈ മരണപ്പെട്ട ദിനേശൻ എന്നാണ് അയാളുടെ പേര്. ഈ അമ്മയുടെ കാമുകന്റെ പേര് ദിനേശൻ എന്നാണ്. ആ ദിനേശന്റെ വീട്ടുകാർ പറയുന്നത് ഒരു വീഡിയോ ഉണ്ട്, വീട്ടിലെ മകള് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ശത്രുത വെച്ചാൽ ഒരു കാര്യം മാത്രം അറിയാം, കാരണം നമ്മളത് കണ്ടിട്ടില്ല, കേട്ട കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അച്ഛൻ അവിടുത്തെ ചെറുക്കൻ്റെ അമ്മയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അമ്മ വന്ന് പറഞ്ഞ് അതൊരു 6 മാസത്തിൽ കൂടുതലായി കാണും. ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട്. അച്ഛനവിടെ ചെന്നിട്ട് ഇവർ തല്ലി ഒത്തിരി അടിച്ച് ബോധമില്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം കുഞ്ഞോളമ്മ എന്ന പേര് കിഴക്ക് വശത്ത് താമസിക്കുന്നത് ആ അമ്മ വന്ന് ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത്. കാരണം അച്ഛനും ഞങ്ങളും കൂടെ 2 വർഷമായി പിരിഞ്ഞ് താമസിക്കുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് അതിന് വലിയ ബോധമായിട്ടൊന്നും നിന്നില്ല. കാരണം അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചോദിക്കാൻ നിന്നില്ല. എന്ത് സംഭവിച്ചു, എന്തിനാ അടിച്ച ഒന്നും നമ്മൾ ചോദിക്കാൻ നിന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഭാര്യയും മക്കളും ഒക്കെയുള്ള വ്യക്തിയാണ് ഈ ദിനേശൻ. എന്നിട്ടാണ് മറ്റൊരു വീട്ടിൽ ചെന്ന് ആ വീട് തകർത്തത്. ആ മകൾക്ക് വലിയ വിഷമമുണ്ടെന്ന് തോന്നുന്നില്ല പറയുന്നത് കേട്ടിട്ട്. അച്ഛനോട് വലിയ താല്പര്യമോ അടുപ്പോ സ്നേഹമോ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അച്ഛൻ്റെ കയ്യിലിരിപ്പ് ഇങ്ങനല്ലേ, പിന്നെ എങ്ങനെ സ്നേഹം തോന്നും അച്ഛനോട്? എന്നാലും ആ തള്ളയുടെ മനോഭാവമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും വളർന്ന ഒരു മകനുണ്ട്, ഇത്രയും വലിപ്പമുള്ളൊരു മകനുണ്ട്, എന്നിട്ട് പിന്നെയും ഈ വൃത്തികെട്ട പരിപാടിക്ക് നിൽക്കുന്ന, ശരിക്കും അവർക്കായിരുന്നു ഈ ഒരു ശിക്ഷ കിട്ടേണ്ടത്. അവർക്കും കൂടി ഈ ഒരു ശിക്ഷ കിട്ടണമായിരുന്നു. ഈ മകനെ ശിക്ഷിക്കുന്നതിന് പകരം അവരെയാണ് ശിക്ഷിക്കേണ്ടത്. നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെയാണ് ശിക്ഷിക്കേണ്ടത്. പക്ഷേ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവൻ ശിക്ഷയ്ക്ക് അർഹനാണ്. കാരണം നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. പക്ഷെ ഈ മകൻ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കരുതായിരുന്നു. അമ്മ ഇങ്ങനെയാണ്, അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഒരു മകനുണ്ട് എന്ന് പോലും ഓർക്കാതെ, ഭർത്താവുണ്ട് മകനുണ്ട് എന്ന് പോലും ഓർക്കാതെ അവരെ വഞ്ചിച്ച്, അവരെ ചീറ്റ് ചെയ്ത് സ്വന്തം ശരീരസുഖം മാത്രം നോക്കി നടന്ന ആ ഒരു അമ്മ, ആ അമ്മയെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ജീവിതം നോക്കി പോകണമായിരുന്നു. അതായിരുന്നു അവൻ ചെയ്യേണ്ടിയിരുന്നത്.
നാട്ടുകാരെന്ത് പറഞ്ഞാലും വീട്ടുകാരെന്ത് പറഞ്ഞാലും ആ അമ്മയെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ജീവിതം നോക്കി പോകണമായിരുന്നു. ഇനി വർഷങ്ങൾ ഒരുപാട് കിടക്കുകയാണ്. ഒരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വന്തം ജീവിതം നോക്കി എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് എന്തെങ്കിലും സുഖമായിട്ട് ജീവിക്കായിരുന്നു. ഇതുപോലെ ഒരു വൃത്തികെട്ട ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഇല്ലാതെയാക്കി. എന്നിട്ട് എന്ത് കിട്ടി? എന്ത് പ്രയോജനം? അവർക്ക് മനസാക്ഷി ഇല്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് മനസാക്ഷി കുത്ത് ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെയും വേറെ ആരുടെയെങ്കിലും പുറകെ പോകും, ഉറപ്പാണ്. അങ്ങനൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രായമുള്ളൊരു മകൻ ജീവിച്ചിരിക്കെ അവർ ഇമാതിരി പരിപാടി കാണിക്കത്തില്ല. ഒരു ഭർത്താവുണ്ട്, അപ്പൊ അവർക്ക് അവരുടെ ശരീരത്തിന്റെ സുഖം, അവരുടെ ആ ഒരു ഇത് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പലതവണ വീട്ടിൽ ഈ ഒരു കള്ളത്തരം പിടിച്ചിട്ടും അവരത് തുടർന്ന് പോവില്ലായിരുന്നു. ആ ബന്ധം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചേനെ. വീട്ടുകാരറിഞ്ഞു, സ്വന്തം മകൻ അറിഞ്ഞു എന്ന് ഉള്ളപ്പോഴെങ്കിലും ആ ബന്ധം അവർ അവസാനിപ്പിച്ചേനെ. പക്ഷെ അത് അവർ അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. ഇത് അമ്മയും അച്ഛനും അറിഞ്ഞതാണെന്നാണ് പറയുന്നത്. അമ്മയുടെ അച്ഛന്റെയും പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. കിരണിന്റെ അമ്മയുടെ അച്ഛന്റെയും പേരിലും കേസ് എടുത്തിട്ടുണ്ട്. കാരണം ഇത് മറച്ചു വെച്ചു എന്നുള്ള കാരണം പറഞ്ഞാണ്. ഇനി ഈ കിരണിന്റെ അച്ഛന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നും കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ. അച്ഛനും കൂടി അറിഞ്ഞുകൊണ്ടാണോ കിരൺ ഇത് ചെയ്തേ എന്നത് അന്വേഷിക്കുവാണ്. അയാളുടെ മാനസികാവസ്ഥയെ പറയേണ്ടതില്ലല്ലോ. സ്വന്തം ഭാര്യയ്ക്ക് വേറൊരുത്തനോട് അവിഹിത ബന്ധം, തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള ഒരുത്തനോട് അവിഹിത ബന്ധം. അയാളുടെ മാനസികാവസ്ഥ ഈ രീതിയിലാകും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ കാരണത്താലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റ് ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനെ ന്യായീകരിക്കാൻ നമുക്ക് പറ്റില്ല. ആരുടെയും ജീവൻ എടുക്കാനോ ആരെയും നമുക്ക് ഫിസിക്കലി ഉപദ്രവിക്കാനോ നമുക്ക് ഒരവകാശവുമില്ല. വെർബലി നമ്മൾ ഒരാളെ വഴക്ക് പറയുന്നത് പോലെയോ ചീത്ത വിളിക്കുന്നത് പോലെ അല്ല ഫിസിക്കലി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ. അത് നിയമം കയ്യിലെടുക്കൽ തന്നെയാണ്. അപ്പൊ ഉറപ്പായിട്ടും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ അവന്റെ ജീവിതം ഇല്ലാതെയാക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകും. ദേഷ്യവും, നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം സ്വയം ചിന്തിക്കുക, നമുക്കൊരു ജീവിതമുണ്ട്, നമ്മുടെ ജീവിതം ഇനി മുന്നോട്ട് കിടക്കുകയാണ്, ആ ജീവിതം ഇല്ലാതെ ആക്കരുത് എന്ന് ചിന്തിക്കുക. ഇതുപോലെയുള്ളതുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, ഇതുപോലെയുള്ള അമ്മയ്ക്ക് വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടും ഒന്നും സ്വന്തം ജീവിതം ഇല്ലാതെ ആക്കാതിരിക്കുക.